ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രൈവ് ആൻഡ് ഫുഡിലേക്ക് സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതൊരു നാടൻ കരിമീൻ ഫ്രൈ ആണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ മീനൊന്ന് മസാലയൊക്കെ തേച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ഈ ഒരു സ്പൂണിന് നമുക്ക് 1 സ്പൂൺ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനാണ്. നമുക്കിനിത് മീനിലേക്ക് തേച്ച് കൊടുക്കാം. മസാല ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ ഈ വരഞ്ഞു കൊടുത്തേക്കുന്ന അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഉള്ളിലേക്കും കുറച്ച് മസാലയൊക്കെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മസാല എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ മീനൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ കരിമീനൊക്കെ പൊള്ളിച്ചെടുക്കുന്ന ടൈമിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക, അതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ അടിക്ക് പിടിക്കത്തുമില്ല. നമുക്ക് മീൻ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാടങ്ങ് ഡീപ്പ് ഫ്രൈ ആവണ്ട. ഒരുവിധം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വാഴയിലയിൽ വെച്ച് പൊള്ളിച്ചെടുക്കുകയല്ലേ, അപ്പോൾ ഒരുപാടങ്ങ് ഫ്രൈ ആയിക്കഴിഞ്ഞാൽ ആ സോഫ്റ്റ്നെസ് അങ്ങ് പോവും. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 സൈഡും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പാകത്തിന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഈ മീൻ മാറ്റിയതിന് ശേഷം ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ അതിനായിട്ട് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8-10 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇനി നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. എല്ലാം ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും, പിന്നെ നമുക്കൊരു ചെറിയ തണ്ട് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവനുസരിച്ച് നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മീനിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു തരി ഇരുന്നെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല. നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന ടൈമിൽ അതങ്ങ് റെഡി ആയിക്കോളും. ഇത് നമ്മൾ നേരത്തെ മീൻ വറുത്ത ആ പാനിൽ തന്നെ നമുക്കിതൊന്ന് മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം.
നമുക്ക് ഈ ചെറിയ ഉള്ളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം ചെറുതായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് മൂടി വയ്ക്കും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു വാഴയില വാട്ടിയതിന് ശേഷം അതിലേക്ക് വെച്ച് മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്ക് മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. ഞാനിപ്പോൾ അതിനായിട്ടൊരു വാഴയില ഇതുപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളമെല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ സവാള ഒന്ന് റൗണ്ടാക്കി മുറിച്ചതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അടിയിൽ വെച്ച പോലെ തന്നെ തക്കാളിയും സവാളയും വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലയൊന്ന് മടക്കിയതിന് ശേഷം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതാപ്പോൾ നമ്മൾ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയ ആ പാനിൽ തന്നെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊതിഞ്ഞു വെച്ച കരിമീൻ വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാഴയിലയിൽ പൊള്ളിച്ച കരിമീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയും. അപ്പോൾ ഞാൻ അച്ഛനും എടുക്കാം. ചൂടും മാറും, തുറന്നു കഴിയുമ്പോൾ ചൂടും കൂടും. സൂപ്പറാണ് അച്ഛൻ. സൂപ്പറാ. അച്ഛന് ഇഷ്ടമായി. അപ്പൊ അച്ഛൻ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ
അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ കരിമീനൊക്കെ വാങ്ങുമ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.